ഉത്രം വ്ലോഗ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കിടിലൻ സ്വീറ്റ് റെസിപ്പിയാണ്, അതും പച്ചമാങ്ങ ഉപയോഗിച്ച്. ഇതിനായിട്ട് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 4 ഏലക്ക, 4-5 ഗ്രാമ്പൂ, 2 പീസ് കറുവപ്പട്ട. പിന്നെ നമുക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂവും 1 ടീസ്പൂൺ നാരങ്ങാനീരും വേണം. നമുക്ക് മാങ്ങ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പൊ ഞാനിവിടെ 2 മാങ്ങയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ മൂത്ത പച്ചമാങ്ങ എടുക്കുന്നതാണ് നല്ലത്, പക്ഷെ അത്യാവശ്യം പുളിയും ഉണ്ടാവണേ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, ഗ്രേറ്റ് ചെയ്തും എടുക്കാവുന്നതാണ്. ഇപ്പൊ മാങ്ങയെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കും. നന്നായിട്ട് വേഗമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നും വെന്ത് കിട്ടിയാൽ മതി. ഈ മാങ്ങ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം മാങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മാങ്ങ ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വേവ് പാവായോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങയുടെ പീസ് ഒന്നെടുത്ത് കട്ട് ചെയ്ത് നോക്കാം. മാങ്ങ ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിൻ്റെ വെള്ളം മാറ്റി ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം. ഈ പഞ്ചസാര പാനിയുടെ പരുവെന്ന് പറയുന്നത് ഒറ്റനൂൽ പരുവല്ലേ, ആ പാകമാകുമ്പോഴായിട്ട് നമ്മൾ മാങ്ങ ചേർക്കണ്ടേ. ഇതിപ്പോൾ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ പാനിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കഴിയുമ്പോഴത്തേനും ആ പാനിയുടെ ടെക്സ്ചർ വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. പഞ്ചസാര പാനിയിൽ കിടന്ന മാങ്ങ നന്നായിട്ട് മിക്സ് ആയിട്ട് ഷുഗറിൻ്റെ ടെക്സ്ചർ വീണ്ടും ഒറ്റനൂൽ പരുവമായി വരണം. സാധാരണ നമ്മൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ എന്താ ചെയ്യാറില്ല, അച്ചാറിട്ട് വെക്കും അല്ലേ. ഇനി പച്ചമാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി ഒരു ഗ്ലോസി ടെക്സ്ചർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക, 2 പീസ് കറുവപ്പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, ഒരല്പം കുങ്കുമപ്പൂ കൂടി ചേർക്കാം. കുങ്കുമപ്പൂ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ കുങ്കുമപ്പൂ ഇല്ലേ എന്നോർത്തൊരു ഈ റെസിപ്പി തയ്യാറാക്കാതിരിക്കണ്ട. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങാനീരാണ് ഞാൻ ചേർത്തേക്കുന്നത്. നാരങ്ങാനീര് ചേർക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ കേടുവരാതിരിക്കും. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നോക്കി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മുറുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായ ടെക്സ്ചറാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും കുറുകുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇത് നല്ലതുപോലെ തണുക്കണം. തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിക്കാം. ഇതുപോലെയുള്ള രുചികരമായ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.